ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്തിരി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ ഒരു സായാഹ്നത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലേ. അപ്പോൾ ഞാനും ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചു. ആർക്കെങ്കിലും ബോറടിയൊക്കെ ഉണ്ടോ? ഞാനിങ്ങനെ എൻ്റെ സംസാര ശൈലിയൊക്കെ ആർക്കെങ്കിലും ബോറടി ഉണ്ടാക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കാര്യം ഞാനിപ്പോഴും നോട്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കോൺവെൻറ്റ് ലൈഫിനെ കുറിച്ചാണ്. കോൺവെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ക്രിസ്ത്യൻസിൻ്റെയൊക്കെ ഇടയിൽ കോൺവെൻറ്റിൽ സിസ്റ്റേഴ്സ് ആകാനായിട്ട് പോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അതായത് എല്ലാവർക്കും ഇല്ല, ഇപ്പോൾ സിസ്റ്റർ ആകണം എന്ന് താല്പര്യമുള്ളവർ കോൺവെൻറ്റിൽ ചേർന്ന് പഠിക്കാനായിട്ട് പോകുന്നവരുണ്ട് ഇല്ലേ. ഇപ്പം എല്ലാ കുട്ടികളും അങ്ങനെ പോകണമെന്നില്ല, ക്രിസ്ത്യൻസിൻ്റെ ഇടയിലുള്ള എല്ലാ കുട്ടികളും അങ്ങനെ പോകണമെന്നില്ല. അങ്ങനെ താല്പര്യത്തോടു കൂടി പോകുന്നവരുണ്ട്, ചിലർ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം പോകുന്നവരുമുണ്ട്. അങ്ങനെ ഞാനും കോൺവെൻറ്റിൽ ചേർന്നായിരുന്നു സിസ്റ്റർ ആകാൻ പഠിക്കാനായിട്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചേർന്നതാണ്. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ കോൺവെൻറ്റിൽ സിസ്റ്റർ ആകാനായിട്ട് ചേർന്നതാണ്. അല്ലാതെ എന്നെ ആരും ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച് വിട്ടതൊന്നുമല്ല. ഞാൻ എൻ്റെ നിർബന്ധപ്രകാരം സിസ്റ്റർ ആവാൻ കോൺവെൻറ്റിൽ പോയതാണ്. പക്ഷേ ഞാൻ സാധാരണയാണെങ്കിൽ മിക്ക കുട്ടികളും ഒരു 10th സ്റ്റാൻഡേർഡ് കഴിയുമ്പോഴാണ് സിസ്റ്റർ ആകാനായിട്ട് കോൺവെൻറ്റിൽ ചേരുന്നത്. മിക്ക കുട്ടികളും അങ്ങനെയാണ്. 10th സ്റ്റാൻഡേർഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കോൺവെൻറ്റിൽ ചേരും. മിക്കവരും അങ്ങനെയാണ്. അതായത് നമ്മുടെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് വെക്കേഷൻ ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോഴും സിസ്റ്റേഴ്സൊക്കെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുട്ടികളെ കൗൺസിൽ ചെയ്തിട്ട് കുട്ടികളെ സിസ്റ്റർ ആകാനായിട്ട് നിർബന്ധിക്കുന്നു എന്നല്ല, അവരോട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. നിർബന്ധിച്ച് കൊണ്ടുപോകുന്നു എന്നല്ല, അവരോട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ വീട്ടുകാരുടെ അനുവാദത്തോടു കൂടി ഇങ്ങനെ കോൺവെൻറ്റിലേക്ക് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് മിക്കതും 10th സ്റ്റാൻഡേർഡ് കഴിയുമ്പോഴാണ് അങ്ങനെ. പിന്നെ അപൂർവം ചിലർ കാണും, ചിലപ്പം അത് കഴിഞ്ഞുള്ള ക്ലാസ്സുകളുണ്ടല്ലോ, +2 അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി, ഇതൊക്കെ കഴിഞ്ഞും ഡിഗ്രി കഴിഞ്ഞും ഒക്കെ കോൺവെൻറ്റിൽ ചേരുന്നവരൊക്കെ ഉണ്ട്. അത് അപൂർവം ചിലരാണ്. പക്ഷേ എനിക്കാണെങ്കിൽ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊന്നും കോൺവെൻറ്റിൽ ചേരണമെന്നോ ഒന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് സ്കൂളിൽ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ കോൺവെൻറ്റിൽ ചേരണമെന്നോ എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ കോൺവെൻറ്റുമായിട്ട് ചേർന്നുള്ള ഒരു ലൈഫ് ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ വീടിനോടടുത്ത് പള്ളി ഉണ്ടായിരുന്നു, പള്ളിയുടെ അടുത്ത് തന്നെ കോൺവെൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സിസ്റ്റേഴ്സുമായിട്ടൊക്കെ ഒരു അടുപ്പമുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കോൺവെൻറ്റിൽ പോകുമായിരുന്നു. അതായത് ഞങ്ങളുടെ വീടിനടുത്തുള്ള കോൺവെൻറ്റിൽ, പള്ളിയോട് ചേർന്നുള്ള കോൺവെൻറ്റിൽ ഞങ്ങൾ പോകുമായിരുന്നു. എന്നിട്ട് ഞായറാഴ്ച കോൺവെൻറ്റിൽ അവിടെ ചെന്നിരുന്ന് ഞങ്ങൾ കളിക്കും. ഞങ്ങളുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളെല്ലാവരും കോൺവെൻറ്റിൽ വരും. എന്നിട്ട് ഞങ്ങൾ കളിക്കും അവിടെ നിന്ന്. എന്നിട്ട് സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് മാങ്ങയൊക്കെ തരും, ഞങ്ങളതൊക്കെ കഴിക്കും. അങ്ങനെ നല്ലൊരു സന്തോഷമുള്ള നാളുകളൊക്കെ ആയിരുന്നു അത്. അപ്പോഴ് നമ്മൾ നോക്കുമ്പോൾ സിസ്റ്റേഴ്സൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. സിസ്റ്റേഴ്സ് നമ്മളുടെ കളിക്കും അങ്ങനെയൊക്കെ. പക്ഷേ അപ്പോൾ സിസ്റ്റേഴ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ സിസ്റ്റർ ആകണം എന്നൊന്നും അപ്പോഴും ആഗ്രഹിച്ചിട്ടില്ല. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, സിസ്റ്റേഴ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ നല്ല ഹാപ്പി ആയിട്ട് നിന്ന് പാട്ട് പാടുന്നു, നമ്മുടെ കൂടെ കളിക്കുന്നു,
പിന്നെ നമുക്ക് അവർ ഗ്രീറ്റിങ്സ് കാർഡൊക്കെ അവരുടെ കയ്യിൽ അവർക്ക് ഓരോരുത്തരൊക്കെ അയച്ചു കൊടുക്കില്ലേ ഗ്രീറ്റിങ്സ് കാർഡൊക്കെ, അതൊക്കെ പിന്നെ അവർ നമുക്ക് വെറുതെ തരും ഗ്രീറ്റിങ്സ് കാർഡൊക്കെ. അപ്പം നമുക്കതൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കുട്ടിക്കാലത്ത് അങ്ങനെയല്ലേ ഗ്രീറ്റിങ്സ് കാർഡൊക്കെ. അപ്പം നമുക്ക് അങ്ങനെയൊന്നും അധികം ആരും ഗ്രീറ്റിങ്സ് കാർഡൊന്നും അയക്കാറില്ല. പക്ഷേ ഈ സിസ്റ്റേഴ്സിനൊക്കെ അവരുടെ കസിൻസ് ബന്ധുക്കളൊക്കെ അയക്കുന്ന ഗ്രീറ്റിങ്സ് കാർഡുകളൊക്കെ നമ്മളൊക്കെ കോൺവെൻറ്റിൽ കളിക്കാൻ ചെല്ലുമ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരോട് നല്ല സ്നേഹമായിരുന്നു, നല്ല ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ പള്ളിയിലെ അച്ഛനാണെങ്കിലും നമുക്ക് ഗ്രീറ്റിങ്സ് കാർഡ് തരും, മുട്ടായി തരും, ചോക്ലേറ്റ് തരും. അങ്ങനെ പള്ളിയായിട്ട് അടുത്ത ഒരു ബന്ധം നമുക്കുണ്ടായിരുന്നു ആ കാലത്ത്. ആ കാലത്തൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഒരിക്കലും സിസ്റ്റർ ആകണമെന്നോ ഒന്നും ആഗ്രഹിച്ചില്ല. നമ്മൾ ഞായറാഴ്ച അവിടെ പോയി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏർപ്പെടും, കളിക്കും. എന്നിട്ട് സിസ്റ്റേഴ്സ് ഓരോ പള്ളികളിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോകും. ഞങ്ങളുടെ അതേ പ്രായത്തിലുള്ള ഞങ്ങളുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ ഓരോ പള്ളികളിൽ കൊണ്ടുപോകും. പെരുന്നാളോടനുബന്ധിച്ചൊക്കെ ഓരോ പള്ളികളിലൊക്കെ സിസ്റ്റേഴ്സ് ഞങ്ങളെ കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങളെ കടൽ കാണിക്കാൻ കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങളെ തീരത്തിനടുത്ത് മാറിയിരുന്ന് വട്ടത്തിലിരുന്ന് ഞങ്ങൾക്ക് ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തരും. അതൊക്കെ നല്ല ഒരു അനുഭവമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ല അനുഭവങ്ങളായിരുന്നു തന്നിരുന്നത്. എന്നിട്ട് പിന്നെ പറയാനാണെങ്കിൽ ഞങ്ങളുടെ അവിടെ ഒരു മദർ ഉണ്ടായിരുന്നു, സുജ മദർ എന്നാണ് ഞങ്ങളെ വിളിച്ചിരുന്നത്. അധികം പ്രായമൊന്നുമില്ലായിരുന്നു, ചെറുപ്പക്കാരിയായ ഒരു മദറായിരുന്നു. ഞങ്ങളുടെ വീടുമായിട്ടൊക്കെ നല്ല അടുപ്പമായിരുന്നു, ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുമായിരുന്നു ആ സുജ മദർ. പിന്നീട് പിന്നെ ഈ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 വർഷത്തോളം മാത്രമേ കോൺവെൻറ്റിൽ കാണുകയുള്ളല്ലോ. അതിനുശേഷം അവരെ വേറെ കോൺവെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമല്ലോ. അപ്പം ആ മദർ ഞങ്ങളുടെ കോൺവെൻറ്റിൽ നിന്ന് മാറാൻ നേരത്തേക്ക് എൻ്റെയും സിസ്റ്ററിൻ്റെയും ഫോട്ടോസൊക്കെ മേടിച്ചുകൊണ്ട് പോയി ആ സിസ്റ്ററിൻ്റെ ആൽബത്തിൽ വയ്ക്കുവാനായിട്ട്. അങ്ങനെയൊക്കെ അത്രയ്ക്ക് നല്ല അടുപ്പമായിരുന്നു സിസ്റ്റേഴ്സുമായിട്ട്. പക്ഷേ വിഷമകരമെന്ന് പറയട്ടെ, ആ സിസ്റ്റർ ഇങ്ങനെ മരണപ്പെട്ടു. അതായത് നല്ല ചെറുപ്പമായിരിക്കെ തന്നെ ഇപ്പം ഞങ്ങളുടെ കോൺവെൻറ്റിൽ നിന്നൊക്കെ മാറി വേറെ കോൺവെൻറ്റിലോട്ടൊക്കെ പോയി കുറച്ചധികം വർഷങ്ങൾ കഴിയുന്നതിന് മുന്നേ തന്നെ ആ സിസ്റ്റർ മരണപ്പെട്ടു. ഇങ്ങനെ ബാത്റൂമിൽ മറിഞ്ഞ് തലയിടിച്ച് വീണായിരുന്നു ആ സിസ്റ്റർ മരണപ്പെട്ടത്. അതൊക്കെ ഭയങ്കര വിഷമം തരുന്ന കാര്യങ്ങളായിരുന്നു. നമ്മളോട് വളരെ അടുപ്പമുള്ള ഒരു മദറായിരുന്നു. കാണാനൊക്കെ നല്ല സിനിമാ നടിയെ പോലെയൊക്കെ ഇരുന്നായിരുന്നു ആ മദർ. സ്വഭാവവും നല്ല സ്വഭാവമായിരുന്നു ആ മദറിൻ്റേത്. പിന്നീട് ആ മദർ ഇങ്ങനെ മരണപ്പെട്ടപ്പോഴേക്ക് നമ്മുടെ ഇങ്ങനെ പൊതുദർശനത്തിന് വയ്ക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ആ സിസ്റ്ററിൻ്റെ കുടുംബത്തോട് ചേർന്നുള്ള ആ ഇടവകയോട് ചേർന്നുള്ള കോൺവെൻറ്റിലേക്ക് സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ ആ റോഡിൽ കൂടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അതായത് ഞങ്ങളുടെ വീടിനടുത്തുള്ള പള്ളിയോട് ചേർന്നുള്ള ക്രിസ്ത്യൻ സ്കൂളിൽ, അതായത് ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ പഠിച്ച എൽ പി സ്കൂളിൽ ഇങ്ങനെ ഒരു പൊതുദർശനത്തിനായിട്ട് വെച്ചു. അങ്ങനെ ആംബുലൻസിൽ അത് കൊണ്ടുവന്നു. അപ്പം ഞാൻ ആ സിസ്റ്ററിൻ്റെ മൃതദേഹം ഇങ്ങനെ ആംബുലൻസിൽ കിടക്കുന്നത് കണ്ടു. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമകരമായ ഒരു ഓർമ്മയാണ്. അങ്ങനെ സിസ്റ്റേഴ്സുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം ആ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സിസ്റ്റർ ആവണം എന്നൊക്കെ തോന്നിയത് എൻ്റെ ഒരു PG ലൈഫ് കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് ഒരു MA കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിലേക്ക് സിസ്റ്റർ ആവാൻ പോകാം എന്നൊരു ചിന്തയങ്ങ് വന്നു. എനിക്ക് സിസ്റ്റർ ആകണം എന്ന ഒരു ചിന്ത എനിക്ക് വന്നു. അങ്ങനെ അതെനിക്ക് ഒരിക്കലും അത് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ചിന്തയായിട്ട് വന്നു. സിസ്റ്റർ ആകാൻ പോകണം എന്നെനിക്ക് എൻ്റെ മനസ്സിൽ നല്ല ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. ഒരു പട്ടി കുരയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നു. അത് ഇവിടുത്തെ പട്ടിയല്ല കേട്ടോ, അടുത്ത വീട്ടിലെ പട്ടിയാണ്. അപ്പം അതാണ് ഇടയ്ക്ക് കേൾക്കുന്നത്. ഞാൻ മുൻപത്തെ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഇതുപോലെ പട്ടി കുരയ്ക്കുന്ന സൗണ്ട് ഉണ്ടായിരുന്നു. അത് അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ്. നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, പട്ടി എടുത്ത് കുരയ്ക്കരുത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ സൗണ്ടാണ് ഇതിനകത്ത് കേൾക്കുന്നത്. അതിൽ ഖേദിക്കുന്നു. ചിലപ്പോൾ ഇത് ചിലവർക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുമായിരിക്കും, അരോചകം പോലെ, സൗണ്ട് ഡിസ്റ്റർബൻസ് പോലൊക്കെ തോന്നുമായിരിക്കും. അപ്പോഴേ അങ്ങനെ എനിക്ക് PG കഴിഞ്ഞപ്പോൾ കോൺവെൻറ്റിൽ ചേരണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ
കോൺവെൻറ്റിൽ ചേരണം എന്ന ആഗ്രഹവുമായിട്ട് ഫാദറിനെ പോയി കണ്ടു. പള്ളിയിലെ ഫാദറിനെ പോയി കണ്ടു. പക്ഷേ എൻ്റെ ഫാദറിന് തീരെ താല്പര്യമില്ലായിരുന്നു ഇങ്ങനെ കോൺവെൻറ്റിൽ ചേരുന്നതിനോടോ സിസ്റ്റർ ആവാൻ പോകുന്നതിനോടോ ഒന്നും എൻ്റെ ഫാദറിന് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി ഇങ്ങനെ പള്ളിയിലെ ഫാദറിനെ ചെന്ന് കണ്ടു. ഫാദർ പറഞ്ഞു, അതായത് പള്ളിയിലെ ഫാദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടവക വികാരിയാണല്ലോ. അപ്പോഴും ഫാദർ അവിടുത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അതായത് നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെ അത്ര എളുപ്പമല്ല സിസ്റ്റർ ആകുക എന്നുള്ളത്. നമ്മൾ അവിടെ നിന്ന് സിസ്റ്റേഴ്സ് പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്ത് നമ്മൾ ബാത്റൂം കഴുകണം, ആ ഫ്ലോർ തുടയ്ക്കണം, ടോയ്ലറ്റ് കഴുകണം, സിസ്റ്റേഴ്സിൻ്റെ തുണി വാഷ് ചെയ്യണം, പിന്നെ ഗാർഡൻ അവിടെ നനയ്ക്കണം, പോച്ച പറിക്കണം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്യണം. പിന്നെ അവിടേക്ക് പശുവിനെയൊക്കെ വളർത്തുകയാണെങ്കിൽ ചിലപ്പോൾ പാലൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഇതൊക്കെയുണ്ട്, ചിലപ്പോൾ നമ്മളെ അതിന് നിർത്തും, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ കാര്യങ്ങളുള്ളത്, ആ നമ്മൾ പോകുന്ന കോൺവെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ കാര്യങ്ങളുള്ളത്, നമ്മൾ ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഏർപ്പെടണം. അല്ലാതെ നമ്മൾ ഈ പുറമേ കാണുന്ന പോലെ സിസ്റ്റർ ആകാൻ പഠിക്കുമ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടേറിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ആലോചിച്ച് അതെല്ലാം പറ്റുമോ എന്ന് നോക്കിയതിന് ശേഷം വേണം അവിടെ പോകാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് എങ്ങനെയെങ്കിലും സിസ്റ്ററായാൽ മതി എന്നൊക്കെയുള്ള ആ രീതിയിൽ ഞാൻ പറഞ്ഞു, അല്ല അച്ഛ എനിക്ക് സിസ്റ്റർ ആകണം, എനിക്ക് സിസ്റ്റർ ആകുന്നതാണ് ഇഷ്ടം. അപ്പം അച്ഛൻ ചോദിച്ചു ഇത്രയൊക്കെ പഠിച്ചതല്ലേ, അപ്പോഴേ പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല ജോലി വാങ്ങിക്കൂടായോ, PSC ടെസ്റ്റൊക്കെ എഴുതി നല്ല ജോലി വാങ്ങിക്കൂടായോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ MA കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ BEd അപ്പോർട്ട് ചെയ്തിട്ടില്ല. BEd ഞാൻ പിന്നെ കോൺവെൻറ്റിൽ നിന്ന് അതിനുശേഷമാണ് ഞാൻ BEd ഒക്കെ ചെയ്തത്. കോൺവെൻറ്റിൽ നിന്ന് തിരികെ വന്നു, അതിനുശേഷമാണ് ഞാൻ BEd ചെയ്തത്. അപ്പോഴും എന്നാലും ഞാൻ അച്ഛൻ്റെ എല്ലാ ഉപദേശങ്ങളും ഞാൻ കേട്ടു. പക്ഷെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ല. ഞാൻ പോകണമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, 1 വർഷം ഇവിടെ വീട്ടിൽ തന്നെ നിൽക്കുക, എന്നിട്ട് മൈൻഡ് മാറുന്നോ മനസ്സ് മാറുന്നോ എന്ന് നോക്കുക, അതിനുശേഷം തീരുമാനിക്കുക കോൺവെൻറ്റിൽ പോകുന്നോ ഇല്ലയോ എന്ന്. 1 വർഷം ഒരു കാലയളവ് കൊടുക്കുക, മനസ്സിന് ചിലപ്പം ചേഞ്ച് ഉണ്ടായാലോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛനാണെങ്കിൽ അച്ഛൻ താമസിക്കുന്ന ആ വീടിനോട് ചേർന്ന് ധാരാളം ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുമായിരുന്നു. അച്ഛൻ പറഞ്ഞു അപ്പോഴൊരു കാര്യം ചെയ്യണം, ഈ 1 വർഷ കാലയളവിൽ ഇവിടെ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ വന്ന് നനയ്ക്കണം, രാവിലെയും വൈകിട്ടും വന്ന് നനയ്ക്കണം. നല്ല വെയിലടിക്കുന്ന ഏരിയയാണ്, രാവിലെയും വൈകിട്ടും ഒക്കെ വന്ന് നനയ്ക്കണം. ഇടയ്ക്ക് പോച്ചയൊക്കെ നിൽക്കുവാണെങ്കിൽ പോച്ചയൊക്കെ പറിച്ച് കളയണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ 1 വർഷ കാലയളവിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, ഞാൻ എല്ലാം ഏറ്റു, ഞാൻ അതെല്ലാം ചെയ്യാമെന്നേറ്റു. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും സിസ്റ്ററായാൽ മതി. പക്ഷേ ഞാൻ ഇതിനെല്ലാം തരണം ചെയ്ത് ഇപ്പോൾ എനിക്കാണെങ്കിൽ പോച്ച പറിക്കുമ്പോഴും എനിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴും ഒക്കെ എനിക്ക് ചിലപ്പോൾ നാണക്കേട് തോന്നും. ചിലപ്പോൾ അതിലേക്കൂടെയൊക്കെ ആൾക്കാർ പോകുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ ചെടി നനയ്ക്കുന്നു, പിന്നെ പോച്ചയൊക്കെ ഇടയ്ക്ക് കിളിച്ച് വരുവാണെങ്കിൽ ഞാനത് പറിച്ച് കളയും. പോച്ചയെന്ന് പറഞ്ഞാൽ അവിടെ നല്ല വൃത്തിയായി കിടക്കുകയാണ്, ഇടയ്ക്കൊക്കെ 1-2 പോച്ച കിളിച്ച് വരുമല്ലോ, അത് പറിച്ച് കളയും, അത്രയേ ഉള്ളൂ. അല്ലാതെ അച്ഛൻ നല്ല വൃത്തിയാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ചിലതൊക്കെ ഇടയ്ക്ക് 1-2 പോച്ചകളൊക്കെ കിളിച്ച് വരുമല്ലോ. അപ്പം ഞാൻ അതെല്ലാം കെയർ ചെയ്ത് നോക്കി, എന്നിട്ട് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ രാവിലെയും വൈകിട്ടും പോയി വെള്ളം ഒഴിക്കും. കാരണം എൻ്റെ വീട് പള്ളിയുടെ അടുത്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം പള്ളിയിൽ അച്ഛൻ ചിലപ്പോൾ അവിടെ കാണും, അവിടെ കാണില്ല, എന്നാലും പൈപ്പൊക്കെ വെളിയിലുണ്ട്. ഞാൻ തനിയെ വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കും, ഓസ് വഴി ഒഴിക്കും. ചിലപ്പോൾ എനിക്ക് അച്ഛൻ മഞ്ച് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തരും, കഴിക്കാനുള്ള സ്വീറ്റ്സൊക്കെ എനിക്ക് തരും. അച്ഛന് ഭയങ്കര സന്തോഷമാണ് ഞാൻ പോയി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും ഞാൻ പിന്മാറുന്നില്ലല്ലോ, സിസ്റ്റർ ആകണം എന്ന ആഗ്രഹത്തിൽ നിന്നും ഞാൻ പിന്മാറുന്നില്ലല്ലോ. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ ഏകദേശം 1 വർഷത്തോളമായി. അങ്ങനെ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, അടുത്ത ആഴ്ച സിസ്റ്റേഴ്സ് വരും. അതായത് എറണാകുളം കളമശ്ശേരി സെൻറ്റ് ബ്രിജിറ്റൈൻ കോൺവെൻറ്റിൽ നിന്നാണ് സിസ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ വരും, അപ്പോഴും പിന്നെ റെഡിയാകാൻ തയ്യാറായിരുന്നോളൂ, പോകാൻ തയ്യാറായിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. എൻ്റെ അപ്പനാണെങ്കിൽ തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, പക്ഷേ എൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി സമ്മതം മൂളി. അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചു.
അങ്ങനെ റെഡിയായിരുന്നു. അങ്ങനെ പോകേണ്ട ദിവസം ആഗതമായി. അങ്ങനെ ഞാൻ പോകുന്ന കോൺവെൻറ്റിലെ മദറും അവിടുത്തെ ഒരു സിസ്റ്ററും കൂടി എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നു. അവിടുത്തെ ഒരു സിസ്റ്റർ കൂടെ എന്നെ കോൺവെൻറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നു. എൻ്റെ വീട്ടിൽ വന്ന് സിസ്റ്റേഴ്സ് ചായയൊക്കെ കുടിച്ചു. അപ്പോഴും അവിടെ അരിയുണ്ട ഉണ്ടായിരുന്നു. അരിയുണ്ടയൊക്കെ കൊടുത്തു. സിസ്റ്റേഴ്സ് അരിയുണ്ടയൊക്കെ കഴിച്ചു. മദറും ഒരു സിസ്റ്ററും അരിയുണ്ടയൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ അച്ഛൻ്റെ കാറിൽ ഞങ്ങളെ 3 പേരെയും, അതായത് എന്നെയും മദറിനെയും കൂടെ വന്ന സിസ്റ്ററിനെയും കൂടെ ഞങ്ങളുടെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു ബസ്സിന് പോകാനായിട്ട്. പിന്നെ കുറച്ച് ദൂരം ബസ്സിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നും പിന്നെ ട്രെയിനിൽ പോയിട്ട് അവിടെ എറണാകുളത്ത് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് തന്നെ വണ്ടി കൊണ്ടുവന്നു. അതായത് കോൺവെൻറ്റിലെ വണ്ടി വന്ന് എന്നെ കൊണ്ടുപോയി. എന്നെ എന്നല്ല, ഞങ്ങളെ 3 പേരെയും കൊണ്ടുപോയി. അതായത് കോൺവെൻറ്റിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്ന് നിന്നപ്പോഴേ എനിക്ക് അവിടെ ചെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നൊക്കെയല്ല, എനിക്ക് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായ എന്തോ ഒരു വിഷമം പോലെ തോന്നി. അതായത് നമ്മൾ അത്രയും നാളെ വീട്ടിൽ നിന്നിട്ട് നമ്മൾ മാറി നിൽക്കുമ്പോഴുള്ള ഒരു വിഷമം ഉണ്ടല്ലോ, അതെന്തോ പോലെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു 10ഓളം കുട്ടികളുണ്ടായിരുന്നു അവിടെ പഠിക്കാനായിട്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് അപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓരോ സ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അത് കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. എനിക്ക് ആരോട് സംസാരിക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തോ ഒറ്റപ്പെടൽ പോലെ തോന്നി. അപ്പം ഞാൻ അത്രയും നാളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉള്ള ആ ഒരു ഫ്രീഡം അതൊന്നും എനിക്ക് കിട്ടാത്ത പോലെ തോന്നി. യഥാർത്ഥത്തിൽ അവിടെ ഫ്രീഡം ഉണ്ട്, പക്ഷേ നമുക്കങ്ങനെ ഒരു ഫീലിങ്സ് തോന്നി. എന്തോ മാറി നിന്നപ്പോൾ അങ്ങനെയൊക്കെ തോന്നി. അങ്ങനെ എനിക്ക് വിഷമകരമായിട്ടുള്ള ഒരു അനുഭവം പോലെ എനിക്കങ്ങ് തോന്നി. അതായത് നമ്മൾ അത്രയും നാൾ പഠിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു. അതായത് അപ്പോഴും ഞാൻ SSLC, പ്രീ ഡിഗ്രി, MA ഇതെല്ലാം കഴിഞ്ഞല്ലേ ഞാൻ പോകുന്നത്. അപ്പോഴും നമ്മുടെ ആ ഒരു ലൈഫിൽ നിന്നുള്ളൊരു മാറ്റം എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോഴേ എനിക്ക് എന്തോ ഒരു വിഷമം പോലെയൊക്കെ തോന്നി. അപ്പോഴും അങ്ങനെ ഞാൻ കുറച്ച് നാൾ അവിടെ നിന്നതിന് ശേഷം എനിക്ക് തിരികെ വീട്ടിലേക്ക് പോകണം എന്ന് തോന്നി. അതായത് എനിക്ക് എന്തോ ഒരു ഒറ്റപ്പെടൽ പോലെ, എന്തോ ഒരു ചേഞ്ചസ് അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ എനിക്ക് തോന്നി. അപ്പോഴേ എന്നെ മദറാണെങ്കിൽ ഇഷ്ടംപോലെ നിർബന്ധിച്ചു, അവിടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു. മദറിന് എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. കാരണം അച്ഛൻ്റെ റെക്കമെൻഡിൽ പോയതായിരുന്നു. അതുകൊണ്ട് മദറിന് എന്നോട് പ്രത്യേകം കാര്യമുണ്ടായിരുന്നു. അപ്പോഴേ മദർ പറയുമായിരുന്നു ഇവിടെ. അപ്പോൾ ഈ കോണിലെ സിസ്റ്റേഴ്സ് കൂടുതലും വിദേശ രാജ്യങ്ങളിലാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇവർക്ക് 2 കോൺവെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 2 കോൺവെൻറ്റോ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. അവിടെ പഠിച്ചിറങ്ങുന്ന എല്ലാ സിസ്റ്റേഴ്സും കൂടുതലും വിദേശ രാജ്യങ്ങളിലാണ്. റോമിലുമൊക്കെ സേവനം അനുഷ്ഠിക്കുന്നവരുണ്ട്. അപ്പം മദറിൻ്റെ അടുത്ത് പറയും, മദർ കുറേ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. മദറിന് ഫ്രഞ്ച് ലാംഗ്വേജ് ഇതെല്ലാം അവിടെയൊക്കെ നിന്ന് പഠിച്ചതാണ്. അപ്പം എനിക്കും അതുപോലെ പോകാം, ഇവിടെ നിന്ന് നല്ല ഇംഗ്ലീഷൊക്കെ മനസ്സിലാക്കി ലാംഗ്വേജ് പ്രോബ്ലമൊക്കെ മാറ്റാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ മൈൻഡിലോട്ട് അതൊന്നും അപ്പോഴേ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ എനിക്ക് തിരികെ വീട്ടിലേക്ക് പോകണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ തിരികെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ എൻ്റെ കോൺവെൻറ്റ് ലൈഫ് അവിടെ അവസാനിച്ചു. ഇന്ന് ഞാൻ ഈ ഒരു വിഷയമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഓക്കെ, താങ്ക് യു, ബൈ.